ഹലോ സ്റ്റുഡൻസ്, നമ്മൾ റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. കോസ്റ്റ് ഷീറ്റും ഫിനാൻഷ്യൽ അക്കൗണ്ട്സും ചേർന്നിട്ട് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പം നമ്മളതിൽ ഇലുസ്ട്രേഷൻ 1ഉം 2ഉം നമ്മൾ ചെയ്ത് കഴിഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇന്ന് നോക്കാനുള്ളത് ഇലുസ്ട്രേഷൻ 3, 4 ആൻഡ് 5. ഇത്തരം കാര്യങ്ങളാണ് ഇന്ന് നോക്കാനുള്ളത്. അതിൻ്റെ ഒപ്പം 2 പ്രാക്ടിക്കൽ പ്രോബ്ലം കൂടി ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഇലുസ്ട്രേഷൻ 3ൽ ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞു എന്തൊക്കെ ഐറ്റംസ് ആഡ് ചെയ്യണം, എന്തൊക്കെ ഐറ്റംസ് ലെസ് ചെയ്യണമെന്ന്. ആ സെയിം മോഡൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇലുസ്ട്രേഷൻ 3ഉം 4ഉം ഒക്കെ വരുന്നത്. എന്നാലും ഒന്നുകൂടി പറഞ്ഞു പോകാം. ഇവിടെ ഇലുസ്ട്രേഷൻ 3 പേജ് നമ്പർ 302 വീണ എഞ്ചിനീയറിംഗ് കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ്, ഫിനാൻഷ്യൽ ബുക്കിലെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1,28,755 ആണ് തന്നിരിക്കുന്നത്. അതുപോലെ കോസ്റ്റ് ബുക്കിൽ 1,72,400 ആണ് തന്നിരിക്കുന്നത് പ്രോഫിറ്റ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് അണ്ടർ റിക്കവേർഡ്, വർക്ക് ഓവർഹെഡ് അണ്ടർ റിക്കവേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് റിക്കവേർഡ് ഇൻ എക്സസ്, ഡിപ്രീസിയേഷൻ റിക്കവേർഡ് 2 ഡിപ്രീസിയേഷൻ കാര്യം പറഞ്ഞിട്ടുണ്ട് കോസ്റ്റ് അക്കൗണ്ടിലും ഫിനാൻഷ്യൽ ബുക്സിലും. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, ലോസ് ഡ്യൂ ടു ഒബ്സലൻസ്, ഇൻകം ടാക്സ് പ്രൊവൈഡഡ്, ബാങ്ക് ഇൻട്രസ്റ്റ് ആൻഡ് ട്രാൻസ്ഫർ ക്രെഡിറ്റഡ്, സ്റ്റോർ അഡ്ജസ്റ്റ്മെൻറ്റ് ക്രെഡിറ്റഡ്, ലോസ് ഡ്യൂ ടു ഡിപ്രീസിയേഷൻ സ്റ്റോക്ക് വാല്യൂ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഏറ്റവും ഈസി ആയിട്ടുള്ളത്. വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യം തന്നെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് ആഡ് ചെയ്യാനുള്ള ഐറ്റംസും ലെസ് ചെയ്യാനുള്ള ഐറ്റംസും ഡയറക്റ്റായിട്ട് തന്നെ നമുക്കറിയാം. ഫസ്റ്റ് നമുക്ക് കോസ്റ്റ് അക്കൗണ്ടിൻ്റെ പ്രോഫിറ്റിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ 1,72,400 സ്റ്റാർട്ട് ചെയ്യുക. ആഡ് ചെയ്യേണ്ട ഐറ്റംസ് ഓവർ റിക്കവറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ, കോസ്റ്റ് ഷീറ്റിൽ ഓവർ റിക്കവറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് ആഡ് ചെയ്യണം. ഇവിടെ പറഞ്ഞിരിക്കുന്ന അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ഓവർ റിക്കവേർഡാന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ എക്സസ് റിക്കവേർഡാന്ന് പറഞ്ഞിട്ടുണ്ട് 1,700, അത് ആഡ് ചെയ്യണം. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഡിപ്രീസിയേഷൻ കോസ്റ്റ് ബുക്കിൽ കൂടുതലാണെങ്കിൽ നമ്മളത് ആഡ് ചെയ്യണം. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ അറിയാം 12,500 11,200 ആണ് ഡിപ്രീസിയേഷൻ തന്നിരിക്കുന്നത്. അപ്പം 12,500 കോസ്റ്റ് ബുക്കിൽ കൂടുതലാണ്. അപ്പോൾ രണ്ടിൻ്റെയും കൂടി ഡിപ്രീസിയേഷൻ എടുത്തിട്ട് നമ്മൾ ആഡ് ചെയ്ത് കാണിക്കണം 1,300. പിന്നെയുള്ളത് നമ്മൾ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്ന ഐറ്റംസ്. അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ക്രെഡിറ്റ് ചെയ്യുന്ന ഐറ്റമാണ്, അതുകൊണ്ട് നമ്മളത് ആഡ് ചെയ്ത് കാണിക്കണം. അതുപോലെ ബാങ്ക് ഇൻട്രസ്റ്റും ട്രാൻസ്ഫറും ക്രെഡിറ്റ് ചെയ്യുന്ന ഐറ്റംസാണ്, ട്രാൻസ്ഫർ ഫീസും. അപ്പം 750 രൂപ അത് ആഡ് ചെയ്ത് കാണിക്കുക. ദെൻ പറഞ്ഞിരിക്കുന്നത് സ്റ്റോർസ് അഡ്ജസ്റ്റ്മെൻറ്റ് ക്രെഡിറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് 475. ഇത്ര ഐറ്റംസ് നമ്മൾ ആഡ് ചെയ്ത് കാണിക്കുക. ഇതിൻ്റെ കൂടുതൽ ലെസ് ചെയ്യേണ്ടത് അണ്ടർ റിക്കവറി ആയിട്ടുള്ളത് ലെസ് ചെയ്യുക. അതുപോലെ പറഞ്ഞിരിക്കുന്ന ഒബ്സലൻസ് ഡ്യൂ ലോസ് എന്നുള്ളത് നമ്മൾ എപ്പോഴും ലെസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. ഇൻകം ടാക്സും എപ്പോഴും ലെസ് ചെയ്യുന്ന ഐറ്റംസാണ്. ഇതെല്ലാം നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് കാണിക്കുന്ന ഐറ്റംസാണ്. ലോസ് ഡ്യൂ ടു ഡിപ്രീസിയേഷൻ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ലെസ് ചെയ്ത് കാണിക്കുമ്പോൾ നമുക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൻ്റെ പ്രോഫിറ്റിലോട്ട് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെ സ്റ്റോക്കിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നാൽ കമ്പാരിറ്റീവ്ലി ഈസി ആയിരിക്കും ചെയ്യാൻ. ഇനി നമുക്ക് ഇലുസ്ട്രേഷൻ 4 നോക്കാം. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. നെറ്റ് പ്രോഫിറ്റ് ഫിനാൻഷ്യൽ ബുക്സിലും പറഞ്ഞിട്ടുണ്ട്, കോസ്റ്റ് ബുക്കിൻ്റെയും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കോസ്റ്റ് ബുക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. 66,760 തന്നിട്ടുണ്ട്. ഇനി ഓവർ റിക്കവറി ആയിട്ടുള്ളത് നമ്മൾ ആഡ് ചെയ്ത് കാണിക്കുക. അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ഓവർ റിക്കവറാണ്. അതുപോലെ ഡിപ്രീസിയേഷൻ നോക്കുക, ഹയസ്റ്റ് നിൽക്കുന്നത് കോസ്റ്റ് ബുക്കിലായതുകൊണ്ട് നമ്മൾ അത് ആഡ് ചെയ്യണം. 290 രൂപ എക്സസ് ആയിട്ട് നിൽപ്പുണ്ട് ഡിപ്രീസിയേഷൻ, അത് ആഡ് ചെയ്യണം. പിന്നെയുള്ളത് ക്രെഡിറ്റ് ചെയ്യേണ്ട ഐറ്റംസ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്ന ഐറ്റമാണ്, അപ്പോൾ നമ്മളത് ആഡ് ചെയ്യണം. പിന്നെയുള്ള ബാങ്ക് ഇൻട്രസ്റ്റ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നതാണ്, അത് ആഡ് ചെയ്യണം. പിന്നെയുള്ള സ്റ്റോർസ് അഡ്ജസ്റ്റ്മെൻറ്റ്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ദെൻ ലെസ് ചെയ്യേണ്ടത് അണ്ടർ റിക്കവറി ഉണ്ടെങ്കിൽ ലെസ് ചെയ്യുക. അതുപോലെ ഇൻകം ടാക്സ്, പിന്നെയുള്ളത് ഡിപ്രീസിയേഷൻ ഓഫ് സ്റ്റോക്ക്, ഡിപ്രീസിയേഷൻ, ലോസ് ഡ്യൂ ടു തെഫ്റ്റ് ആൻഡ് പിൽഫറേജ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ലെസ്സോട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിൻ്റെ ഇതിലുള്ള പ്രോഫിറ്റ് കിട്ടും. രണ്ടും വളരെ ഈസി ആയിട്ടുള്ളതാണ്. ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് തന്നിരിക്കുന്ന പ്രോബ്ലംസാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ഇലുസ്ട്രേഷൻ 5 എന്താണ് വ്യത്യാസമെന്ന് നോക്കാം. ഇലുസ്ട്രേഷൻ 5 നമുക്കിവിടെ വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യാണ് തന്നിരിക്കുന്നത്. നമുക്കിവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തന്നിട്ടുണ്ട്, കോസ്റ്റിംഗ് റെക്കോർഡിലുള്ള കുറച്ച് ഡേറ്റാസും തന്നിട്ടുണ്ട്. നമ്മളോട് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം പറഞ്ഞത് നെറ്റ് പ്രോഫിറ്റ്, കോസ്റ്റ് ബുക്കിലെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 27,780. അതുപോലെ ഫിനാൻഷ്യൽ ബുക്സിൽ 23,780. അപ്പോൾ നമുക്ക് കോസ്റ്റ് ബുക്കിൻ്റെ പ്രോഫിറ്റ് വെച്ചിട്ട് വേണം പറയാനായിട്ട് 27,780. ദെൻ നമുക്ക് ഓവർ റിക്കവറി ആയിട്ടുള്ള എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് താഴെ കോസ്റ്റിംഗ് റെക്കോർഡിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഡയറക്റ്റ് വേജസ് റിക്കവേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഡയറക്റ്റ് വേജസ് കോസ്റ്റ് ബുക്കിൽ 16,720. ഡയറക്റ്റ് വേജസ് നമ്മുടെ പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ 15,650 ആണ്. അപ്പോൾ നമുക്കറിയാം അവിടെ ഡയറക്റ്റ് വേജസ് ഓവർ റിക്കവറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഓവർ റിക്കവർ ആയിട്ടുള്ള എമൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ നമ്മൾ ആ ഡിഫറൻസ് എടുത്തിട്ട് എഴുതുക. പിന്നെ ഓവർ റിക്കവർ പറഞ്ഞിരിക്കുന്നത് വർക്ക് ഓവർ ഹെഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് 18,560 കോസ്റ്റ് അക്കൗണ്ടിലുള്ളത്. പക്ഷേ
വർക്ക് ഓവർ ഹെഡ് നമുക്ക് 20,560 നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലുള്ളതുകൊണ്ട് നമുക്കത് ലെസ് ചെയ്താൽ മതി. പിന്നെയുള്ള അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് എന്ന് പറയുന്നത് കോസ്റ്റ് ബുക്കിൽ 15,460, പക്ഷേ നമുക്ക് P&L അക്കൗണ്ടിൽ അഡ്മിനിസ്ട്രേഷൻ ഓവർ 13,460 ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ നമുക്കവിടെ അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡും ഓവർ റിക്കവർ ആയതുകൊണ്ട് നമ്മളതും ആഡ് ചെയ്ത് കാണിക്കുക. ഇതിന് ശേഷം നമ്മൾ ലെസ് ചെയ്ത് കാണിക്കേണ്ട ആദ്യം അണ്ടർ റിക്കവർ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ലെസ് ചെയ്യുക. അപ്പം വർക്ക്സ് ഓവർ ഹെഡ് നമുക്ക് അണ്ടർ റിക്കവറിയാണ് വരുന്നത്. അതുപോലെ സെല്ലിംഗ് ഓവർ ഹെഡിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നത് 1,240 ഫിനാൻഷ്യൽ അക്കൗണ്ടിലും 740 കോസ്റ്റ് അക്കൗണ്ടിലും. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ ഹയസ്റ്റ് കിടക്കുന്നതുകൊണ്ട് നമ്മളത് ലെസ് ചെയ്യണം. അപ്പോൾ ഇത് രണ്ടും ലെസ് ചെയ്തതിന് ശേഷം പിന്നെ പറഞ്ഞിരിക്കുന്ന ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കാര്യം നമുക്ക് P&L അക്കൗണ്ടിൽ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കോസ്റ്റിംഗ് റെക്കോർഡ്സിൽ പറഞ്ഞിട്ടില്ലാത്ത നമ്മൾ നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കാര്യം കൺസിഡർ ചെയ്യുന്നില്ല. പക്ഷേ ക്ലോസ് സ്റ്റോക്ക് നമുക്ക് P&L അക്കൗണ്ടിൽ തന്നിട്ടുണ്ട്, കോസ്റ്റ് റെക്കോർഡ്സിലും തന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് നോക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ തന്നിരിക്കുന്നത് 21,060 25,630 കോസ്റ്റ് അക്കൗണ്ടിൽ തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം എവിടെയാണ് ഹയസ്റ്റ് വാല്യൂ ക്ലോസ് സ്റ്റോക്കിൻ്റെ വന്നിരിക്കുന്നത്. കോസ്റ്റിംഗ് ബുക്കിലാണ്, അല്ലെങ്കിൽ കോസ്റ്റ് ബുക്കിലാണ്. അപ്പം ക്ലോസ് സ്റ്റോക്ക് ഹയസ്റ്റ് വാല്യൂ കോസ്റ്റ് അക്കൗണ്ടിലാണ് വന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ ലെസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. സോ നമ്മൾ ലെസ് ചെയ്യേണ്ടടുത്തത് എഴുതി വെക്കുന്നു. ഇത്രയും കാര്യമുള്ളൂ. അപ്പം നമുക്കൊരു വ്യത്യാസമുള്ളൂ, P&L അക്കൗണ്ടായിട്ടാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. സോ ഇത്രയും വലിയൊരു ക്വസ്റ്റ്യൻ ആണല്ലോ എന്നോർത്ത് നമ്മൾ ക്വസ്റ്റ്യൻ കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്ത് വരുമ്പോൾ ഒരു ചെറിയ റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് നമുക്ക് ഡേറ്റാസ് ഈ P&L അക്കൗണ്ടിൽ നിന്നും താഴെ തന്നിരിക്കുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ നിന്നും ഒന്ന് കണ്ടുപിടിച്ച് എഴുതണമെന്ന് മാത്രമേ ഉള്ളൂ. അണ്ടർ റിക്കവറി ഏതാണ് ഓവർ റിക്കവറി ഏതാണ് ഡയറക്റ്റായിട്ട് തന്നിട്ടില്ല, നമ്മളത് കണ്ടുപിടിച്ച് വേണം എഴുതാമെന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈസി ആയിട്ടുള്ളതാണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇല്ലുസ്ട്രേഷൻ 6 അനദർ ടൈപ്പ് ഓഫ് പ്രോബ്ലം നമുക്ക് നോക്കാം. ഇല്ലുസ്ട്രേഷൻ 6 നമുക്ക് തന്നിരിക്കുന്നത് കുറച്ചധികം ഐറ്റംസ് തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, അതായത് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, പ്രോഫിറ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ കോസ്റ്റ് ഷീറ്റിൻ്റെ എക്സ്റ്റൻഷനായിട്ട് വരുന്ന പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള ഭാഗത്തിനാണ് പ്രോഫിറ്റ് ഷീറ്റ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഒരുമിച്ച് കോസ്റ്റ് ഷീറ്റായിട്ട് പ്രിപ്പയർ ചെയ്താൽ മതി. P&L അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, അതിൻ്റെ ഒപ്പം റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റും നമ്മൾ പ്രിപ്പയർ ചെയ്യണം. കുറച്ച് ഐറ്റംസും തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതൊരു 15 മാർക്കിൻ്റെ ഇതിനൊക്കെ വരാൻ കൂടുതൽ ചാൻസ് ഉള്ളതാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന എല്ലാ മോഡൽസും ഈ രീതിയിൽ ചെയ്യുന്നതാണ്. നമ്മൾ P&L അക്കൗണ്ടും കോസ്റ്റ് ഷീറ്റും പ്രിപ്പയർ ചെയ്തതിന് ശേഷം നമ്മൾ റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന രീതിയിലുള്ള പ്രോബ്ലംസാണ് ഇനി വരുന്നത്. ഇനി തന്നിരിക്കുന്ന ഡേറ്റാസ് വന്നിരിക്കുന്നത് റോ മെറ്റീരിയലിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക്, റോ മെറ്റീരിയലിൻ്റെ ക്ലോസ് സ്റ്റോക്ക്, ഫിനിഷ്ഡ് പ്രോഡക്റ്റിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക്, ദെൻ ഫിനിഷ്ഡ് പ്രോഡക്റ്റിൻ്റെ ക്ലോസ് സ്റ്റോക്ക്, പിന്നെ പർച്ചേസ് തന്നിട്ടുണ്ട്, വേജസ് എത്രയാൻ തന്നിട്ടുണ്ട്, പ്രൈം കോസ്റ്റ് കണ്ടുപിടിക്കുന്നത്, ഫാക്ടറി ഓവർഹെഡ് കണ്ടുപിടിക്കുന്നത് പ്രൈം കോസ്റ്റിൻ്റെ 25%, അതുപോലെ തന്നെ ഓഫീസ് ഓവർഹെഡ് ഫാക്ടറി ഓവർഹെഡിൻ്റെ 75%. പിന്നെയുള്ള ആക്ച്വൽ വർക്ക് എക്സ്പെൻസ് എന്ന് പറയുന്നത് 1,93,750, ആക്ച്വൽ ഓഫീസ് എക്സ്പെൻസ് എന്ന് പറയുന്നത് 1,52,500 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞിരിക്കുന്നത് 25% എബോവ് കോസ്റ്റ് പ്രൈസിനേക്കാളും 25% കൂടുതലാണ് സെല്ലിംഗ് പ്രൈസ് വരുന്നത്. ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം തന്നെ ഈ തന്നിരിക്കുന്ന ഐറ്റംസിൽ നിന്ന് കോസ്റ്റ് ഷീറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കും. ആദ്യം തന്നെ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ഫോമാറ്റ് നമുക്കറിയാം. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ 1 lakh ഉണ്ട്, പ്ലസ് പർച്ചേസ് ഓഫ് മെറ്റീരിയൽ 6 lakh ഉണ്ട്, ലെസ് ക്ലോസ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ 1,50,000 ഉണ്ട്. അങ്ങനെ നമുക്ക് മെറ്റീരിയൽ കൺസ്യൂംഡ് കിട്ടും. ദെൻ ഡയറക്റ്റ് വേജസ് 2,50,000 തന്നിട്ടുണ്ട്. നമ്മൾ അതും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പ്രൈം കോസ്റ്റ് 8 lakh കിട്ടും. ദെൻ ഫാക്ടറി ഓവർഹെഡിൻ്റെ കാര്യം പറഞ്ഞിരുന്നത് പ്രൈം കോസ്റ്റിൻ്റെ 25% എന്ന് പറഞ്ഞിട്ടുണ്ട്. 8 lakhൻ്റെ 25% എന്നുള്ളത് 2 lakh കിട്ടും. പിന്നെ അങ്ങനെ നമുക്ക് ഫാക്ടറി ഓവർഹെഡ് കിട്ടും. പ്രൈം കോസ്റ്റ് പ്ലസ് ഫാക്ടറി ഓവർഹെഡ് ഈസ് ഈക്വൽ ടു ഫാക്ടറി കോസ്റ്റ് കിട്ടും. ദെൻ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഫാക്ടറി ഓവർഹെഡിൻ്റെ 75%. ഫാക്ടറി ഓവർഹെഡ് നമ്മൾ ഓൾറെഡി ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നതാണ്. ഫാക്ടറി ഓവർഹെഡ് 2 lakh. അപ്പോൾ 2 lakhൻ്റെ 75% ആണ് നമുക്ക് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡായിട്ട് വരുന്നത്. ദാറ്റ് ഈസ് 1,50,000 വരും. അങ്ങനെ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. നമ്മൾ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് സ്പ്ലിറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നുള്ളൂ. നമ്മൾ കണ്ടിന്യൂ ആയിട്ട് വരച്ച് പോയി, ഇത് നിങ്ങൾ ബുക്കിലൊന്ന് ചെയ്തേക്കണേ, കണ്ടിന്യൂസ് ആയിട്ട് വരച്ച് പോയാൽ മതി. ദെൻ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ 11,15,000 എന്ന് കിട്ടിയതിന് ശേഷം നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സും ക്ലോസ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടും. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് 2 lakh, ക്ലോസ് സ്റ്റോക്ക് 15,000. സോ നമ്മുടെ കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ന് പറയുന്നത് 13 lakh എന്ന് കിട്ടും. ദെൻ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഈ കോസ്റ്റിൻ്റെ 24% നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ദെൻ 13 lakhൻ്റെ
24% എന്ന് പറയുന്നത് 3,25,000. സോ നമ്മുടെ ടോട്ടൽ സെയിൽസ് 16,25,000. ഇങ്ങനെയാണ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ഡേറ്റാസ് എല്ലാം ഡയറക്റ്റ് തന്നെ നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് എടുക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ ഒരു കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ട്രേഡിംഗ് P&L അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഡേറ്റാസ് വെച്ച് നമുക്ക് എങ്ങനെയാണ് P&L അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ് അടുത്ത സ്റ്റെപ്പിൽ പറയുന്നത്. ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ പറഞ്ഞിരിക്കുന്ന മെറ്റീരിയൽ ഫിനിഷ്ഡ് ഗുഡ്സും തന്നിട്ടുണ്ട്. 1 lakhും 2 lakhും നമ്മളത് അതേപടി എഴുതുക. ടു പർച്ചേസസ് നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. വേജസിൻ്റെ കാര്യം പറയുന്നത് 2,50,000 വേജസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നുള്ളത് വർക്ക് എക്സ്പെൻസ് എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കിവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. 1,93,750 ആണ് നമുക്ക് വർക്ക് എക്സ്പെൻസ് തന്നിരിക്കുന്നത്. നമ്മളതും ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കണം. ദെൻ നമുക്ക് സെയിൽസ് നമുക്ക് കോസ്റ്റ് ഷീറ്റിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം. 14,25,000. ക്ലോസ് സ്റ്റോക്ക് നമുക്ക് എടുക്കാവുന്നുള്ളൂ. ഇങ്ങനെ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ദെൻ നമ്മൾ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് നമുക്ക് തന്നിട്ടുണ്ട്. 1,52,500 തന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് ബ്രോ ഡൗൺ ചെയ്തെടുക്കാം. നെറ്റ് പ്രോഫിറ്റ് നമുക്ക് 3,28,750 കിട്ടും. ഇങ്ങനെയാണ് നമ്മുടെ ഒരു ട്രേഡിംഗ് P&L അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് ഈ തന്നിരിക്കുന്ന ഡേറ്റാസ് വെച്ചിട്ട്. ഇനി നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് നമ്മൾ റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക. റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിൻ്റെ പ്രോഫിറ്റാണ് എടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് കോസ്റ്റ് ഷീറ്റിൽ നമ്മുടെ പ്രോഫിറ്റ് 25% ഓഫ് കോസ്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ 3,25,000 നമ്മുടെ കോസ്റ്റ് ഷീറ്റ് പ്രകാരമുള്ള പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മളത് എടുത്ത് എഴുതുക. ദെൻ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. വർക്ക് എക്സ്പെൻസിൻ്റെ കാര്യം, അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസിൻ്റെ കാര്യം മാത്രമാണ് നമുക്ക് തന്നിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മളിത് അണ്ടർ റിക്കവറി ആണോ ഓവർ റിക്കവറി ആണോ ഈ 2 ഐറ്റം മാത്രം നോക്കിയാൽ മതി. നമുക്ക് നോക്കാം. ഇപ്പോൾ വർക്ക് എക്സ്പെൻസിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ നമുക്ക് എഴുതിയിരിക്കുന്നത് 1,93,750 ആണ്. നമുക്ക് കോസ്റ്റ് ഷീറ്റിൽ എത്ര വരും? ഫാക്ടറി ഓവർഹെഡ് തന്നെയാണ് കേട്ടോ വർക്ക് എക്സ്പെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കോസ്റ്റ് ഷീറ്റിൽ നമുക്ക് 2 lakh വരുന്നത്. അപ്പോൾ കോസ്റ്റ് ഷീറ്റ് കൂടുതലായതുകൊണ്ട് നമ്മൾ ഓവർ റിക്കവറിയാണ് നമ്മൾ ആഡ് ചെയ്ത് കാണിക്കണം. സോ 2 lakh മൈനസ് 1,93,750 വരുമ്പോൾ നമുക്ക് 6,250 ഓവർ റിക്കവറിയുടെ എമൗണ്ട് വരും. പിന്നെ ഉള്ളത് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡിൻ്റെ കാര്യം നമുക്ക് പറഞ്ഞിരിക്കുന്ന അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് ഫിനാൻഷ്യൽ ബുക്സിൽ 1,52,500 നമുക്കിവിടെ വന്നിരിക്കുന്നത് 1,50,000. അപ്പം നമുക്ക് അണ്ടർ റിക്കവറിയാണ്, അതായത് കോസ്റ്റ് ഷീറ്റ് കുറവും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ കൂടുതലുമാണ് വരുന്നത്. സോ അണ്ടർ റിക്കവറി ആയിട്ടാണ് നമുക്ക് വരുന്നത് 2,500 രൂപ. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഫിനാൻഷ്യൽ അക്കൗണ്ട്, അതായത് നമ്മുടെ ട്രേഡിംഗ് P&L അക്കൗണ്ടും പ്രകാരമുള്ള പ്രോഫിറ്റിലോട്ട്, ദാറ്റ് ഈസ് 3,28,750 എന്ന പ്രോഫിറ്റിലോട്ട് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഇത്ര ചെയ്തത് കറക്റ്റ് ആണോ എന്ന് അറിയണമെങ്കിൽ നമുക്ക് ഇത്ര നോക്കിയാൽ മതി. കോസ്റ്റ് അക്കൗണ്ടിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഫിനാൻഷ്യൽ അക്കൗണ്ടിലെ പ്രോഫിറ്റിലോട്ട് നമ്മൾ എത്തിച്ചേരുന്നുണ്ടോ, നമുക്ക് കിട്ടിയിരിക്കുന്ന ഫിനാൻഷ്യൽ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ പ്രോഫിറ്റ് തന്നെയാണോ നമുക്കിവിടെ നമ്മൾ റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്ത് നിർത്തുമ്പോഴും വരുന്നതെന്ന് നോക്കിയാൽ മതി. ഇത് രണ്ടും നമുക്ക് ടാലി ആയിട്ട് വരുവാണെങ്കിൽ, സിമിലർ ആയിട്ട് വരുവാണെങ്കിൽ നമുക്ക് നമ്മുടെ പ്രോബ്ലം കറക്റ്റാണെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇനിയുള്ള പ്രോബ്ലംസ് എല്ലാം നമുക്ക് ഈ ഒരു രീതിയിലായിരുന്നു വരുന്നത്. അതായത് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക, രണ്ടും റീകൺസിൽ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇലുസ്ട്രേഷൻ 7 ഒന്ന് നോക്കിക്കേ. ഇവിടെയും പറഞ്ഞിരിക്കുന്നത് ഫാക്ടറി വർക്ക്സ് ഓവർഹെഡ് ആർ അബ്സോർബ്ഡ് അറ്റ് 60% ഓഫ് ലേബർ ആൻഡ് ഓഫീസ് എക്സ്പെൻസ് 20% ഓഫ് വർക്ക് കോസ്റ്റ്. ടോട്ടൽ എക്സ്പെൻഡിച്ചർ പറഞ്ഞിട്ടുണ്ട്. മെറ്റീരിയൽ, ലേബർ, ഫാക്ടറി എക്സ്പെൻസ്, അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ്. പിന്നെ ഉള്ളത് 10% ഓഫ് ദി ഔട്ട്പുട്ട് ഈസ് ഇൻ ദ സ്റ്റോക്ക്. ടോട്ടൽ ഔട്ട്പുട്ടിൻ്റെ 10% എന്ന് പറയുന്നത് സ്റ്റോക്കായിട്ട് പോകുന്നുണ്ട്. പിന്നെ സെയിൽസ് എന്ന് പറഞ്ഞേക്കുന്നത് 10,20,000. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് തന്നിരിക്കുന്നത്. നമ്മളോട് കോസ്റ്റ് ഷീറ്റും അതുപോലെ റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. ഡയറക്റ്റ് മെറ്റീരിയൽ 4 ലക്ഷം, ലേബർ എന്ന് പറയുന്നത് 3 ലക്ഷം. അങ്ങനെ നമുക്ക് പ്രൈം കോസ്റ്റ് 7 ലക്ഷം കിട്ടും. ഫാക്ടറി ഓവർഹെഡിൻ്റെ കാര്യം പറഞ്ഞത് 60% ഓഫ് ലേബർ എന്നാണ് പറഞ്ഞത്. നമുക്കിവിടെ ലേബർ എന്ന് പറയുന്നത് 3 ലക്ഷമാണ്. 3 ലക്ഷത്തിൻ്റെ 60,000 നമുക്ക് ഫാക്ടറി ഓവർഹെഡായിട്ട് വരും. 1,80,000. അങ്ങനെ നമുക്ക് വർക്ക് കോസ്റ്റ് കിട്ടും. ഇനി അടുത്ത് വന്നിരിക്കുന്നത് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് എന്ന് പറഞ്ഞേക്കുന്നത് 20% വർക്ക് കോസ്റ്റ്. വർക്ക് കോസ്റ്റ് നമുക്ക് 8,80,000 കിട്ടി. അതിൻ്റെ 20% ആണ് നമുക്ക് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡായിട്ട് വരുന്നത് 1,76,000. അങ്ങനെ ടോട്ടൽ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ 10,56,000 വരുന്നു. നമുക്കിനിയുള്ളത് ക്ലോസ് സ്റ്റോക്കിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ടോട്ടൽ ഔട്ട്പുട്ടിൻ്റെ 10% എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
നമുക്കിവിടെ ടോട്ടൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ കോസ്റ്റ് എന്ന് പറയുന്നത് 10,56,000 നമുക്കിവിടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വരെ കിട്ടി. അതിൻ്റെ 10% ആണ് നമുക്ക് ക്ലോസ് സ്റ്റോക്കായിട്ട് വരുന്നത്. സോ 1,05,600 നമുക്ക് ക്ലോസ് സ്റ്റോക്കായിട്ട് വരും. അങ്ങനെ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ലെസ് ചെയ്ത് കഴിയുമ്പം 9,50,400 നമുക്ക് വരും. ടോട്ടൽ സെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട് 10,20,000. അപ്പം 10,20,000 നിന്ന് നമ്മുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 9,50,400 കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് 69,600 കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഡേറ്റാസ് വെച്ചിട്ടുള്ള കോസ്റ്റ് ഷീറ്റ്. ഇനി നമുക്ക് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ഇവിടെ നമുക്ക് മെറ്റീരിയലിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നത് 4 ലക്ഷം, ലേബർ 30,000, പിന്നെ പറഞ്ഞിരിക്കുന്ന ഫാക്ടറി എക്സ്പെൻസിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് 1,90,000. അപ്പോൾ ടോട്ടൽ നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ക്ലോസ് സ്റ്റോക്ക് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ടോട്ടൽ നമുക്ക് വരുന്നത് മെറ്റീരിയൽ പ്ലസ് ലേബർ പ്ലസ് ഫാക്ടറി ഓവർഹെഡ് നമുക്ക് 4 ലക്ഷം പ്ലസ് 3 ലക്ഷം പ്ലസ് 1,96,000 എന്ന് പറയുമ്പം 8,96,000 വരും. ഈ 8,96,000-ന്റെ 10% ആണ് നമുക്ക് ഈ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മുടെ ക്ലോസ് സ്റ്റോക്കായിട്ട് കണ്ടുപിടിക്കേണ്ടത്. അപ്പം അതിൻ്റെ 10% പറയുമ്പം 89,600. പിന്നെ സെയിൽസ് നമുക്ക് 10,20,000 തന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാം. ദെൻ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോട്ട് ഡൗൺ ചെയ്യുക. അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് 1,70,000 തന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാം. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക. ഓവർ റിക്കവറി ഏതൊക്കെ, അണ്ടർ റിക്കവറി ഏതൊക്കെയാണെന്ന് നോക്കുക. ഇവിടെ നമുക്ക് ഫാക്ടറി എക്സ്പെൻസിൻ്റെ കാര്യം, അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ്, പിന്നെ ഉള്ളത് ക്ലോസ് സ്റ്റോക്കിൻ്റെ കാര്യം. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് വരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ക്ലോസ് സ്റ്റോക്ക് വരും എന്ന് പറയാൻ കാരണം നമുക്ക് കോസ്റ്റ് ഷീറ്റിലും ട്രേഡിംഗ് P&L അക്കൗണ്ടിലും ക്ലോസ് സ്റ്റോക്കിൻ്റെ വാല്യൂ എന്ന് പറയുന്ന ഡിഫറൻസാണ്. ഇതിന് മുമ്പുള്ള പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തിരുന്നത് രണ്ടിൻ്റെയും ക്ലോസ് സ്റ്റോക്ക്, അതായത് ഫിനാൻഷ്യൽ അക്കൗണ്ടിലും കോസ്റ്റ് അക്കൗണ്ടിലും നമ്മൾ ക്ലോസ് സ്റ്റോക്ക് എടുത്തിരുന്നത് സിമിലർ ആയിട്ടായിരുന്നു. പക്ഷേ ഇവിടെ വരുമ്പോൾ നമുക്ക് വ്യത്യാസം വരുന്നുണ്ട്. 10% ടോട്ടൽ ഔട്ട്പുട്ട് വെച്ചിട്ട് എടുത്തെങ്കിലും രണ്ടും നമ്മൾ ഡിഫറൻസ് വരുന്നതുകൊണ്ടാണ് ഇവിടെ നമുക്ക് ക്ലോസ് സ്റ്റോക്കിൻ്റെ വാല്യൂയിൽ ഡിഫറൻറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് അഡ്മിനിസ്ട്രേഷൻ ഫസ്റ്റ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഫാക്ടറി ഓവർഹെഡ് കോസ്റ്റ് ഷീറ്റിൽ 1,80,000 നമുക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ അല്ലെങ്കിൽ നമ്മുടെ P&L അക്കൗണ്ടിൽ 1,96,000 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ട്രേഡിംഗ് P&L അക്കൗണ്ടിലല്ല ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ കൂടുതലായതുകൊണ്ട് നമുക്ക് ഫാക്ടറി ഓവർഹെഡ് അണ്ടർ റിക്കവറി ആണെന്നാണ് പറയാൻ സാധിക്കുന്നത്. അണ്ടർ റിക്കവറി ആകുമ്പോൾ നമ്മൾ ലെസ് ചെയ്യണം. ദെൻ ഇനിയുള്ളത് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡാണ്. അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കോസ്റ്റ് ഷീറ്റിൽ 1,80,000, ട്രേഡിംഗ് P&L അക്കൗണ്ടിൽ 1,70,000 ആണ്. നമുക്ക് കോസ്റ്റ് ഷീറ്റിൽ കൂടുതൽ കാണിച്ചിരിക്കുന്നതുകൊണ്ട് അവിടെ ഓവർ റിക്കവറി അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡാണ് നമ്മൾ ആഡ് ചെയ്ത് കാണിക്കണം. ഇനിയുള്ള ക്ലോസ് സ്റ്റോക്കിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കോസ്റ്റ് ഷീറ്റിൽ ക്ലോസ് സ്റ്റോക്ക് 1,05,600, നമ്മുടെ ട്രേഡിംഗ് P&L അക്കൗണ്ട് ക്ലോസ് സ്റ്റോക്ക് 89,600 അപ്പോൾ നമുക്ക് ക്ലോസ് സ്റ്റോക്കിൻ്റെ ഹയസ്റ്റ് വാല്യൂ വന്നിരിക്കുന്നത് കോസ്റ്റ് ഷീറ്റിലായതുകൊണ്ട് അല്ലെ കോസ്റ്റ് അക്കൗണ്ട്സിലായതുകൊണ്ട് നമ്മളത് ലെസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഹയർ വാല്യൂ ഓഫ് ക്ലോസ് സ്റ്റോക്ക് ഇൻ കോസ്റ്റ് അക്കൗണ്ട്സ് ആണെങ്കിൽ നമ്മൾ ലെസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പം നമുക്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൻ്റെ നമ്മുടെ ട്രേഡിംഗ് P&L അക്കൗണ്ടിൽ കിട്ടിയിരുന്ന അതേ പ്രോഫിറ്റിലോട്ട് തന്നെ നമുക്ക് ആ ഒരു ഫിഗർ തന്നെ ഇവിടെ കിട്ടും. അപ്പോൾ നമ്മുടെ ആൻസർ കറക്റ്റാണെന്ന് നമുക്ക് മനസ്സിലാവും. സോ ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ട്രേഡിംഗ് കോസ്റ്റ് ഷീറ്റും ട്രേഡിംഗ് P&L അക്കൗണ്ടും വരച്ചതിന് ശേഷം റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ അത് നമുക്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം പ്രിപ്പയർ ചെയ്യാനുള്ള കുറച്ച് പ്രോബ്ലംസ് കൂടി ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾ ഈ കോസ്റ്റ് ഷീറ്റും കൂടി ഉൾപ്പെടെയുള്ള ചെയ്താൽ മതി. അപ്പോൾ നമുക്കിവിടെ പ്രാക്ടിക്കൽ പ്രോബ്ലത്തിൽ 3, 4, 5 അതിൽ 5-മത്തേത് ഒരു കാര്യം ശ്രദ്ധിച്ചോണം. മെമ്മോറാണ്ടം റീകൺസിലിയേഷൻ അക്കൗണ്ടായിട്ടാണ് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫോമാറ്റ് നമ്മുടെ ടെക്സ്റ്റിൽ കിടപ്പുണ്ട്. ആ ഫോമാറ്റ് നോക്കിയിട്ട് ഈ ഐറ്റംസ് അതിലോട്ട് കാണിച്ചാൽ മാത്രം മതി. അപ്പോൾ 5-മത്തേത് നിങ്ങൾ മെമ്മോറാണ്ടം റീകൺസിലിയേഷൻ അക്കൗണ്ട് വരയ്ക്കുക. 3-മത്തെയും 4-മത്തെയും നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് വരച്ച് ചെയ്യുക. ഇതിന് ശേഷം നമുക്ക് കോസ്റ്റ് ഷീറ്റും കൂടി പ്രിപ്പയർ ചെയ്യാനുള്ള മോഡൽ പ്രോബ്ലം അടുത്ത ക്ലാസ്സിൽ ചെയ്തു തുടങ്ങാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.